നമസ്കാരം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുവാനും ഒരുപക്ഷെ കഴിഞ്ഞ 6-7 മാസമായിട്ട് പ്രവർത്തിക്കുകയും അതൊരു ഫലത്തിൽ എത്തിച്ചേർക്കുവാൻ സാധിക്കുന്നതിന്റെ വെളിച്ചത്തിലായിരിക്കാം പുതിയതായിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കുവാനും ഔദ്യോഗിക തലത്തിൽ ഒരു വിഭാഗത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ, ഇന്റർവ്യൂ മുതലായവയിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. വ്യാപാര, വിപണന, വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പുതിയ പ്രചരണ രീതികൾ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി വന്നു ചേരുവാനും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാനും സാധ്യതയുണ്ട്. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ പിതാവിനും പിതൃബന്ധികൾക്കും അസുഖങ്ങളും അരിഷ്ടതകളും വന്നു ചേരുന്നത് വഴി ഒരുപക്ഷെ ബന്ധുമിത്രാദികൾക്ക് സാമ്പത്തികമായുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും അമിതമായുള്ള വാഹന ഉപയോഗം അഥവാ അമിത വേഗതയുള്ള വാഹന ഉപയോഗം ആ സമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്ര പരമാവധി ഒഴിവാക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. കഴിവും പ്രാപ്തിയും അറിവുമുണ്ടെങ്കിലും ഒരുപക്ഷെ അവതരിപ്പിക്കുന്നതിൽ കൃത്യമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാൻ സാധിക്കുക എന്നതൊക്കെ തന്നെ ഒരുപക്ഷെ ജനുവരി പകുതിക്ക് ശേഷമേ മാത്രമുണ്ടാകുവാൻ സാധ്യതയുള്ളൂ. ഇതിന്റെ വെളിച്ചത്തിൽ എല്ലാം ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുക തന്നെ ആയിരിക്കും ഏറ്റവും നന്നാവുക. നിയുക്ത പദവിക്ക് സ്ഥാനചലനം ഉണ്ട് എന്നറിഞ്ഞതിനാൽ മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിലവിലുള്ള ജോലി നല്ലതാണ് എങ്കിൽ പോലും ജീവിത പങ്കാളിക്ക് നിലവിലുള്ള സ്ഥലത്ത് നിന്ന് മാറാൻ സാധിക്കാത്തതിന്റെ വെളിച്ചത്തിൽ നിലവിലുള്ള പട്ടണത്തിൽ തന്നെ മറ്റു ജോലികൾക്ക് അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ശുഭാപ്തി വിശ്വാസത്താൽ പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തു തീർത്താൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരങ്ങൾ വന്നു ചേരും. ബന്ധുമിത്രാദികൾ വിരുന്നു വരുവാനും അവരോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും സാധ്യതയുണ്ട്. ഗർഭിണികൾക്ക് ഈ മാസത്തിന്റെ ഒടുവിലത്തെ പകുതിയിൽ പൂർണ്ണ വിശ്രമം വേണ്ടിവരുവാൻ യോഗം കാണുന്നു. ഏതൊരു കാര്യങ്ങൾക്കും പ്രയത്നത്തിനനുസരിച്ചുള്ള ഒരു ഫലം വന്നു ചേരുന്നത് വഴി പുതിയ വ്യാപാര, വിപണന, വിതരണ മേഖലകൾ തുടങ്ങിയാലോ എന്ന ധാരണയൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. അധികാര പരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കാൻ അനുമതി തേടുവാനിടയുണ്ട്. കാർഷികമായുള്ള മേഖലയിൽ നിന്നും ആദായം വർദ്ധിക്കുന്നത് വഴി നിലവിലുള്ള ജോലിയോടൊപ്പം ഈ കൃഷി രീതികൾ വിപുലീകരിക്കുവാനുള്ള അവസരം വന്നു ചേരും. യുക്തിപൂർവ്വം ചിന്തിച്ചു പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. വിൽപ്പനോദ്ദേശത്തോടുകൂടി ഭൂമി വാങ്ങിയാലോ ഗൃഹം വാങ്ങിയാലോ എന്ന ധാരണയൊക്കെ ഉണ്ടാവും. ഒരുപക്ഷെ സ്വന്തം പേരിൽ അത്ര തന്നെ ഗുണകരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഥവാ ജ്യോതിശാസ്ത്രപ്രകാരം മനസ്സിലാക്കിക്കൊണ്ട് ജീവിത പങ്കാളിയുടെ പേരിൽ വാങ്ങുവാനുള്ള അവസരം വന്നു ചേരുവാനിടയുണ്ട്. വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ശ്രമകരമായുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ നിന്നും പിന്മാറി ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ യോഗം കാണുന്നു. വികസിത രാഷ്ട്രത്തിലേക്ക് സകുടുംബം സ്ഥിരതാമസത്തിനുള്ള അനുമതികൾക്ക് അപേക്ഷകൾക്ക് അനുമതി ലഭിക്കുന്നത് വഴി നിലവിലുള്ള ജോലി സ്ഥലത്ത് രാജിക്കത്ത് നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. 2026 പൂർത്തീകരിക്കുന്ന പദ്ധതികൾക്ക് ചില കാര്യങ്ങളിൽ കരാർ ജോലികളായിരിക്കും ഏറ്റെടുക്കുവാനിടയുള്ളത്. അതല്ല സ്വന്തം നിലയിൽ നടത്തുന്ന പ്രസ്ഥാനമാണെങ്കിലും അതിനുള്ള ഒരു തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും
അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. ആത്മപ്രഭാവത്താൽ പല വിധത്തിലുള്ള ദുഷ്കൃതികളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് പ്രാണായാമം, യോഗ തുടങ്ങിയവ പരിശീലിക്കുവാനും ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനും സാധ്യത കാണുന്നു. മേലധികാരികളുടെ അഭാവത്താൽ ആ മേലധികാരിയുടെ ചുമതലകളെല്ലാം ഏറ്റെടുത്ത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കുവാനും ഇതിന്റെ വെളിച്ചത്തിൽ 6 മാസത്തിന് ശേഷം മറ്റു ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. പൊതുവെ കുടുംബജീവിതത്തിൽ ആഹ്ലാദാന്തരീക്ഷം സംജാതമാകും. ഒന്നേർന്ന് കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പല കാര്യങ്ങളും ഓർമ്മിച്ച് പ്രവർത്തിക്കുന്നത് വഴി വളരെയധികം സമാധാന അന്തരീക്ഷം സംജാതമാകുവാനും ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം ഭംഗിയായി പൂർത്തീകരിക്കുന്നത് വഴി ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. ഒരുപക്ഷെ കഴിഞ്ഞ 5-6 മാസത്തെ കഠിന പ്രയത്നത്തിന്റെ ഫലം എന്നുള്ള നിലയിൽ ഒരു ഉയർന്ന പദവിയോട് കൂടിയതായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുന്നത് വഴിയോ അല്ലെങ്കിൽ അങ്ങനെ വിഭാഗത്തിലേക്ക് മാറ്റം ഉണ്ടാകുന്നത് വഴിയോ ഒരുപക്ഷെ സകല വിധത്തിലുള്ള സൗകര്യങ്ങളോട് കൂടിയതായിട്ട് ഗൃഹത്തിൽ താമസിക്കാൻ തക്കവണ്ണം ഉള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത് വഴി ഇനി മുതൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. യുക്തിപൂർവമുള്ള സമീപനത്താൽ ഏതൊരു വിപരീതമായുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ സാധ്യത കാണുന്നു. വ്യാപാര, വിപണന, വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനും ഹ്രസ്വകാലമായിട്ട് ലാഭം ലഭിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. ഉദ്യോഗത്തിനോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 5-6 മാസമായിട്ട് പല വിധത്തിലുള്ള പരീക്ഷകളും എഴുതുന്നതിന്റെ വെളിച്ചത്തിൽ വളരെ അപൂർവമായിട്ട് ലഭിക്കുന്ന ഉപരിപഠനത്തിന് അന്യനാട്ടിൽ വികസിത രാഷ്ട്രത്തിലെ അവസരങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനൊരു അവസരം വന്നു ചേരുന്നത് വളരെയധികം ഗുണകരമായി തീരുവാനും ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുവാനും ജനുവരി മാസത്തിൽ തന്നെ യാത്രയ്ക്ക് തയ്യാറാകുവാനും ഇടയുണ്ട്. ഗതിവിഗതികൾക്കനുസരിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ധ്രുവീകരണം, വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടിയതായിട്ട് പ്രവർത്തന ശൈലി എന്നിവ അവലംബിക്കുവാനിടയുണ്ട്. സ്വല്പം ക്ലേശങ്ങൾ സഹിച്ചാണെങ്കിലും ഡിസംബർ മാസത്തിൽ അവസാനത്തെ പകുതിയിലും ജനുവരി പകുതി വരെയും ഈ ഒരു ക്ലേശാവസ്ഥകളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അർത്ഥശൂന്യമായിട്ടുള്ള ആശയങ്ങൾ ബന്ധുമിത്രാദികളിൽ നിന്ന് വന്നു ചേരുവാനും അവർക്ക് യുക്തമായിട്ടുള്ള മറുപടി നൽകുവാനും അവസരം വന്നു ചേരും. കുടുംബത്തിന്റെ സമാധാന അന്തരീക്ഷം സംജാതമാകും. ഗവൺമെന്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ടെസ്റ്റുകളിലെല്ലാം വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുവാൻ അവസരങ്ങൾ വന്നു ചേരും. കൂടുതൽ പണച്ചെലവും 2025-2026 കാലങ്ങളിൽ പൂർത്തീകരിക്കേണ്ടതുമായിട്ടുള്ള പല കാര്യങ്ങളായതുകൊണ്ട് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ച് മാത്രമേ പണം മുതൽ മുടക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധമായി തീരുവാൻ സാധ്യതയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് വളരെ വർഷങ്ങളായിട്ട് അവിടെ താമസിച്ച് ജോലി ചെയ്യുന്നു. ഇനി റിട്ടയർമെന്റ് എന്നുള്ള നിലയിൽ ജന്മനാട്ടിലേക്ക് വരാൻ തയ്യാറാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ജന്മനാട്ടിൽ വന്ന് വ്യാപാര, വിപണന, വിതരണ മേഖലയിൽ പണം മുതൽ മുടക്കുക എന്ന ആശയത്തിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറുകയായിരിക്കും നന്നാവുക. അല്ലാത്ത പക്ഷം 2025-2026 കാലങ്ങളിൽ നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുവാനും സാധ്യതയുണ്ട്. മേലധികാരികളുടെ ആജ്ഞകളാണെങ്കിൽ പോലും ദീർഘവീക്ഷണത്തോടു കൂടിയതായതുകൊണ്ട് അർദ്ധമനസ്സോടുകൂടിയാണെങ്കിലും അവലംബിക്കുവാനും ഏറ്റെടുക്കുവാനും സാധ്യതയുണ്ട്. പൊതുപ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കാൻ അവസരം വന്നു ചേരും.
അപ്രധാനമായിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കി സുപ്രധാനങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകും. ഒരു പക്ഷെ പല വിധത്തിലുള്ള അനുഭവജ്ഞാനമുള്ളവരുമായിട്ടുള്ള ആശയവിനിമയങ്ങൾ നടത്തുന്നത് സ്വന്തം നിലയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന പല പ്രസ്ഥാനങ്ങൾക്കും നിർദ്ദേശങ്ങളും ഒരുപക്ഷെ ഉപദേശങ്ങൾ വരെ ലഭിക്കാൻ സാധ്യത പോലും കാണുന്നതുമുണ്ട്. ദാമ്പത്യ ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ പോലും വളരെയധികം എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണം വേണ്ടതുമാണ്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശ യാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകളാവാമെങ്കിലും വാഹനം ഉപയോഗിക്കുന്നത് തീർത്തും ഒഴിവാക്കേണ്ടതുമാണ്. സേവന സാമർഥ്യത്താൽ സർവകാര്യ വിജയം നേടും. മേലധികാരികളുടെ പല വിധത്തിലുള്ള ആശയങ്ങളും ജീവിതത്തിൽ പകർത്തുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനും ഒരു ഉയർന്ന തസ്തികയോടുകൂടിയതായിട്ടുള്ള മറ്റൊരു പ്രസ്ഥാനത്തിന്റെ മേലധികാരി സ്ഥാനത്തിന് അവസരങ്ങൾ വന്നു ചേരുവാനിടവരും. എന്നാൽ ചിലരുടെ ഉന്നതരുടെ ശുപാർശ പോലും വേണ്ടി വരുവാനും കൂടി ഈ ഡിസംബർ മാസത്തിൽ തിരുവോണ നക്ഷത്രക്കാരുടെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളായി പറയുന്നു.